എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാല നാരായണൻ നായർ. പാല നാരായണൻ നായരാണ് ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത്. എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോക്സഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്? 14 ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോക്സഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ മൂന്നും നേടിയ ആദ്യ വ്യക്തി തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ളയാണ് ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ മൂന്നും നേടിയ ആദ്യ വ്യക്തി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ബംഗളൂരുവിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് സ്ഥിതി ചെയ്യുന്നത്. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ് സംസ്ഥാനത്തിലാണ് ജാലിയൻ വാലാബാഗ്. കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയിലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? മ്യാൻമറാണ് സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ്? ദ്രോണാചാര്യ അവാർഡാണ് കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ്. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? കാർഷിക കടത്തിൻ്റെ മേഖലയിലായിരുന്നു ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്. സർഗാസോ കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് സർഗാസോ കടൽ. കുട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം? കൂടൽമാണിക്യം ക്ഷേത്രമാണ് കുട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടേതാണ് ഈ വാക്കുകൾ? ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ് മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും എന്നത്. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം? 1997. 1997 APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ചത്. EMS ഗ്രന്ഥകാരനായത് ആരെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൊണ്ടാണ്? ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൊണ്ടാണ് EMS ഗ്രന്ഥകാരനായത്. ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര്? ആംഫോടെറിക്. ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് ആംഫോടെറിക്. നുമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നുമിസ്മാറ്റിക്സ്. ലോക പോളിയോ ദിനം? ഒക്ടോബർ 24 ലോക പോളിയോ ദിനം. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം? സിട്രിക് അമ്ലമാണ് നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം. ഐതിഹ്യമാല രചിച്ചത്? കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യമാല രചിച്ചത്. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ്
എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി? കൽപ്പന ചൗള. കൽപ്പന ചൗളയായിരുന്നു പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണെന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ. റുഡോൾഫ് ഡീസലായിരുന്നു ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഗട്ടേഷൻ. ഗട്ടേഷനാണ് പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം. ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ് ഐസക് പിറ്റ്മാൻ. ഐസക് പിറ്റ്മാനാണ് ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ്. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു എഥൈൽ മെർക്യാപ്റ്റൻ. എഥൈൽ മെർക്യാപ്റ്റനാണ് പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു. ആഗമാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയം ബ്രഹ്മാനന്ദോദയം. ബ്രഹ്മാനന്ദോദയമാണ് ആഗമാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയം. പ്രകാശത്തിൻ്റെ വേഗം കൃത്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് എ മൈക്കൽസൺ. ആൽബർട്ട് എ മൈക്കൽസൺ ആയിരുന്നു പ്രകാശത്തിൻ്റെ വേഗം കൃത്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം കണ്ടുപിടിച്ചത് ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സ്. ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സ് ആയിരുന്നു ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം കണ്ടുപിടിച്ചത്. പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം വയലറ്റ്. വയലറ്റാണ് പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം. കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ സി വി രാമൻ. സി വി രാമനായിരുന്നു കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് നരീന്ദർ സിംഗ് കബാനി. നരീന്ദർ സിംഗ് കബാനിയായിരുന്നു ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ്. വെള്ളത്തിൽ കലർന്ന എണ്ണപ്പാളികളിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണം വ്യതികരണം, ഇൻ്റർഫിയറൻസ്. വ്യതികരണമാണ് വെള്ളത്തിൽ കലർന്ന എണ്ണപ്പാളികളിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണം. ഏറ്റവും ചൂടുകൂടിയ നക്ഷത്രം കാണപ്പെടുന്ന നിറം നീല. ഏറ്റവും ചൂടുകൂടിയ നക്ഷത്രം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ നിക്കോളാസ് കോപ്പർനിക്കസ്. നിക്കോളാസ് കോപ്പർനിക്കസ് ആയിരുന്നു സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ. സൗരയൂഥം കടന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1. വോയേജർ 1 ആയിരുന്നു സൗരയൂഥം കടന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകം. ഏത് ഇന്ത്യൻ സംഗീതജ്ഞയുടെ ശബ്ദമാണ് വോയേജർ 2-വിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സുർശ്രീ കേസർബായ് കർക്കർ. ഇന്ത്യൻ സംഗീതജ്ഞയായ സുർശ്രീ കേസർബായ് കർക്കറിൻ്റെ ശബ്ദമാണ് വോയേജർ 2-വിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൗരവലയം കൊറോണ. സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൗരവലയം അറിയപ്പെടുന്നത് കൊറോണ എന്നാണ്. ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം ഫോട്ടോസ്ഫിയർ. ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം അറിയപ്പെടുന്നത് ഫോട്ടോസ്ഫിയർ എന്നാണ്. അച്ചുതണ്ടിൻ്റെ ചരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം ബുധൻ. ബുധനാണ് അച്ചുതണ്ടിൻ്റെ ചരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം. വർഷത്തേക്കാളും ദിവസത്തിന് ദൈർഘ്യമുള്ള ഗ്രഹം ശുക്രൻ. ശുക്രനാണ് വർഷത്തേക്കാളും ദിവസത്തിന് ദൈർഘ്യമുള്ള ഗ്രഹം. ഭൂമിക്ക് പുറമെ ഹരിതഗ്രഹ പ്രഭാവമുള്ള ഏകഗ്രഹം ശുക്രൻ. ശുക്രനിലാണ് ഭൂമിക്ക് പുറമെ ഹരിതഗ്രഹ പ്രഭാവമുള്ളത്. ഭൂമിയുടേതുപോലുള്ള ഋതുക്കളുള്ള ഗ്രഹം ചൊവ്വ. ചൊവ്വയാണ് ഭൂമിയുടേതുപോലുള്ള ഋതുക്കളുള്ള ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഡീമോസ്. ചൊവ്വയുടെ ഉപഗ്രഹമായ ഡീമോസ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം.
നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം ശനി. ശനിയാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? നൊഖാലി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി കൊൽക്കത്തയിലെ നൊഖാലിയിൽ ആയിരുന്നു. ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ജനുവരി 30. മഹാത്മാഗാന്ധിയുടെ ചരമദിനമായ ജനുവരി 30 ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയതാരാണ്? ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരൻ? സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരൻ. എനിക്കൊരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ്. ഇങ്ങനെ പറഞ്ഞ ദേശീയ നേതാവ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വാക്കുകളാണ് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ് എന്നത്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചതാരാണ്? ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും. ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറുമാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഏതായിരുന്നു? ഹൈദരാബാദ്. ഹൈദരാബാദായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം. കശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവാര്? ഹരി സിംഗ്. ഹരി സിംഗ് ആയിരുന്നു കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവ്. ഇന്ത്യയിൽ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തായിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവാരാണ്? രാമചന്ദ്ര ഗുഹ. രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിൻ്റെ വലം കൈ ആയി പ്രവർത്തിച്ച മലയാളി ആരാണ്? വി പി മേനോൻ. വി പി മേനോനായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിൻ്റെ വലം കൈ ആയി പ്രവർത്തിച്ച മലയാളി. 1953 UN പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റായിരുന്നു 1953 UN പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി. സംസ്ഥാന ഗവർണറായ ആദ്യത്തെ വനിത ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് സംസ്ഥാന ഗവർണറായ ആദ്യത്തെ വനിത. സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിത ആരാണ്? സുജേത കൃപലാനി. സുജേത കൃപലാനി ആയിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിത. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് അനുബന്ധമായി ഒപ്പുവെക്കപ്പെട്ട ഉടമ്പടി ഏതാണ്? തഷ്കൻഡ് കരാർ. തഷ്കൻഡ് കരാറായിരുന്നു 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് അനുബന്ധമായി ഒപ്പുവെക്കപ്പെട്ട ഉടമ്പടി. വിദേശത്ത് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് വിദേശത്ത് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ തലയോട്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥയാണ് തലയോട്. ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ്? ലാക്റ്റിക് ആസിഡ്. പല്ലിലെ ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് ദന്തക്ഷയത്തിന് കാരണമാകുന്നത്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികളാണിവ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം
അച്യുതൻ നമ്പൂതിരിയുടെ വാക്കുകളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്നത്. ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം സൂചിപ്പിക്കുന്നത് ഏത് ദിക്കിനെയാണ്? വടക്ക്. ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം വടക്ക് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം 1865. 1865 പണ്ടാരപ്പാട്ട വിപ്ലവം നടന്നത്. ചീരയിലയിൽ അതിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം ആന്തോസയാനിൻ. ആന്തോസയാനിൻ എന്ന വർണ്ണവസ്തുവാണ് ചീരയിലയിൽ അതിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്നത്. സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര്? സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരി ലീല നമ്പൂതിരിപ്പാട്. ലീല നമ്പൂതിരിപ്പാടാണ് സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരി. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് ക്രിസ്മസ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. തലയോട്ടിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏകാസ്ഥി കീഴ്ത്താടിയല്ല്. കീഴ്ത്താടിയല്ലാണ് തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ. അവകാശികൾ എന്ന നോവലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. കെ കേളപ്പൻ്റെ അറസ്റ്റിനു ശേഷം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മൊയ്യാരത്ത് ശങ്കരൻ. മൊയ്യാരത്ത് ശങ്കരനായിരുന്നു കെ കേളപ്പൻ്റെ അറസ്റ്റിനു ശേഷം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം സി. ജീവകം സി ആണ് നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത്. രക്തത്തിൽ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ. രക്തത്തിലെ പ്ലാസ്മയിലാണ് ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമമാകുന്നത്? പ്രസിഡന്റ്. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമം ആകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം കോട്ടയം. കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം. മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. മക്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യനാണ് മക്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. ശാന്ത സിൻഹയായിരുന്നു ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? കൊല്ലം. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ള ജില്ല കൊല്ലം ജില്ലയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം.
ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ കാർബൺ ഡേറ്റിംഗ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് കാർബൺ ഡേറ്റിംഗ് എന്നാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ്? ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഹിന്ദുസ്ഥാൻ ബാങ്ക്. ഹിന്ദുസ്ഥാൻ ബാങ്കാണ് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക്. മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? ആർ കെ നാരായൺ. ആർ കെ നാരായണൻ്റെ കൃതിയാണ് മാൽഗുഡി ഡേയ്സ്. ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 1959 സെപ്റ്റംബർ 15. 1959 സെപ്റ്റംബർ 15 ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത്. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ഒരു ആറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32. ഒരു ആറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകൾ 32 എണ്ണമാണ്. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം നോർവേ. നോർവേയാണ് നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.